വെൽക്കം ടു അണിമംഗലം. ഏയ് രശ്മി, കവാൻ ഇറങ്ങ്. ഹലോ രശ്മി. ഹായ് മായേജി. ഇതാണ് മൈഥിലി. മായേജിയുടെ അമ്മ എവിടെ? ദാ വന്നല്ലോ വല്യമ്മ. അനിതേ, 10 മിനിറ്റേ ആയുള്ളൂ നിന്റെ അമ്മ വിളിച്ചിട്ട്. നിങ്ങൾ ഇവിടെ എത്തിയോന്നറിയാനാ. ആണോ? ആ വല്യമ്മേ, ഇത് മൈഥിലി, എന്റെ കൂട്ടുകാരിയാ. അത് ദേവസ്വം, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. നമസ്കാരം. ആ ദേവസ്വം റൂമൊക്കെ റെഡി അല്ലേ? ഇന്നലെ റെഡി, 3 കട്ടിലും റെഡി. മൈഥിലി നന്നായിട്ട് തമിഴൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അവള് പട്ടത്തിയല്ലേ? നടക്ക്. +2 പഠിക്കണവരെ ഞാനും അമ്മയും ഇവിടെ അമ്മാവന്റെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അച്ഛൻ ദുബായിൽ നിന്ന് വന്ന ശേഷം ഞങ്ങള് ടൗണിലേക്ക് മാറിയത്. അപ്പൊ നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം. എന്റെ ഒപ്പവും അമ്മാവന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നേ ഫ്രണ്ട്സ് അല്ലേ? എങ്ങനെയുണ്ട് വീട്? നന്നായിട്ടുണ്ട്. അതെ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാറായി. തുളസി അമ്മ എപ്പടി ഇருக்கு? நல்லா இருக்கு. എന്താ വേല, സുഖല്ലേ? நல்லா இருக்கம்மா. இந்த அம்மா பாக்ஸே கூடம்மா. இந்த அம்மா ஒரு அம்மா. இது என் ஃப்ரெண்ட் மைதிலி. வா. ഏയ് വാ. ഇവിടെ ഒരു മിസ്റ്ററി റൂം ഉണ്ടെന്ന് പറഞ്ഞത് നീ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഈ മിസ്റ്ററി റൂം എന്ന് വെച്ചാ ഞങ്ങളുടെ പരദേവങ്ങളെ വെച്ചിട്ടുള്ള മുറിയാ. അതാ മുറി. ഈ മുറിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. എന്താ അത്? ഞാനിവിടെ ഉള്ളപ്പോ ഒന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ മായേച്ചി കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? രാത്രിയിൽ മണികിലുക്കോ ചിലമ്പിന്റെ ശബ്ദോ കരച്ചിലോ ചിരിയോ ഒക്കെ കേൾക്കാറുണ്ടത്രേ. എന്തോ എനിക്കറിയില്ല, എനിക്ക് പേടിയാ. നീ ഇപ്പൊ എന്തിനാ ഇവിടെ നിക്കണേ? വാ വാന്നേ. ചായ? ഓ, എന്തിനാ? ഞാൻ താഴോട്ട് വരുമായിരുന്നല്ലോ. അവരൊക്കെ എവിടെ? താഴെയുണ്ട്. എന്തെങ്കിലും വേണോ? വല്ല ചിപ്സോ മറ്റോ? ഏയ്, ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലാ? അല്ല, ഒരേ ബെഞ്ചിലാ. ഞങ്ങൾ എല്ലാരും ഒരേ കോളേജിലാ. പല ബാച്ചില്. ഡിഗ്രി ഫൈനൽ ഇയേഴ്സാ. ദേവസ്വം പേടിച്ചു പോയോ? അമർന്ന പോലെ അമറിയ പിന്നെ പേടിക്കില്ലേ? എല്ലാരും ഇങ്ങനെ പേടിക്കാൻ മാത്രം. ആ മുറിക്കകത്ത് എന്താള്ളേ? വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അറിയില്ല ആ മുറിക്കകത്ത് എന്താണെന്ന്. എത്ര ദിവസം താമസിക്കാനാ ഇവിടെ വന്നേ? ഒരു 3-4 ദിവസത്തേക്ക്. ഈ അണിമംഗലത്തെ ഒരുപാട് നല്ല കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചുറ്റി നടന്ന് കണ്ടാ പോരെ, സ്വസ്ഥത തരൂല. ഒന്ന് നേരെ ഇരിക്കേ. ഹലോ, ഇത് വല്ലതും കിട്ടുമോ? ഞാൻ പറയുമ്പോഴേ ചിരിക്കാവൂ. റെഡി? പൊട്ടിച്ചിരിച്ചോ? ഇപ്പൊ അണിമംഗലം തറവാട്ടിലെ കാരണോത്തി ലക്ഷ്മി വല്യമ്മ, വല്യമ്മയുടെ മകള് മായേച്ചി, വല്യമ്മയുടെ താഴെ ശങ്കരമാവൻ. അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കാ, നാളെ വരും. ശങ്കരമാവന്റെ താഴെ എന്റെ അമ്മ, എന്റെ അമ്മ കഴിഞ്ഞ ഭാനുചുറ്റമ്മ, അവരുടെ ഭർത്താവ് ഡോക്ടറാ, ഡോക്ടർ കൃഷ്ണൻ നായർ. അവരും നാളെ വരും. അതിന്റെ താഴെ വനജ ചുറ്റമ്മ, അവരങ്ങ് സാമ്പിയല, ആഫ്രിക്കയില്. അവളുടെ ഹസ്ബൻഡിനെ അവിടെയാ ജോലി. അവര് നാളെ വരും. അമ്മായി എവിടെ? ശങ്കരമ്മാവന്റെ ഭാര്യ ഉഷ 1 വർഷം മുമ്പ് മരിച്ചു.
ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ഒരു സന്ധ്യക്ക് എന്തോ കണ്ട് പേടിച്ചതാ. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവള് മരിച്ചു. അമ്മാവന്റെ മക്കള്? അവർക്ക് കുട്ടികളില്ല. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഏതാണ്ട് തീരുമാനമായപ്പോഴാ ഉഷ പോയെ. പിന്നെ ഞങ്ങളൊക്കെ തന്നെ അമ്മാവന്റെ മക്കള്. നമ്മ പറമ്പിൽ പിടിച്ച മാമ്പഴം നല്ല രുചിയാ ഇருக்கு. உங்களுக்கு തമിഴ് വരുമാ? തമിഴ് വരില്ല, പക്ഷെ പറയും. കേക്കണോ? ഒന്ന് പറയടി. വൈകുന്നേരം ഫോണില് തമിഴ് മിണ്ടണ കേട്ടു, അതാ. ദേ നിന്റെ കെട്ടിയോ വിളിക്കുന്നു, വേഗം ചെല്ല്. ഈ മായേച്ചി എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? കല്യാണവും കഴിഞ്ഞു, ഡൈവോഴ്സും ആയി. ഡൈവോഴ്സും ആയിന്നോ? നീ ഇതെത്ര ഈസി ആയിട്ടാ പറയണേ? ഞാൻ പറഞ്ഞതിൽ ഈസി ആയിട്ട് അവരത് ചെയ്തത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ താമസം തുടങ്ങിയതറിയാം. പിന്നെ കേട്ടത് ഡൈവോഴ്സ് കഴിഞ്ഞ് മടങ്ങിയെന്നാ. ആകെ 9 മാസം. എന്താ കാരണം? കല്യാണം കഴിച്ച ആൾക്ക് ലേശം മെന്റലാണെന്ന്. അസാധ്യ ഗഡ്സാ മായേച്ചിക്ക്. ഇവിടെ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. അരുത്. ഇത് തെക്കിനിയാണ്. തെക്കിനിന്ന് വെച്ച പരദേവതയുടെ വാളും ചൂരിലും ചിലമ്പും തിരുവാഭരണമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. സ്ത്രീകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ആണുങ്ങൾ പോലും കുളിച്ച് ശുദ്ധമായി ഈറിനടുത്തേ കയറൂ. അതും അത്യാവശ്യം വന്നാ മാത്രം. ചേച്ചി ഞാൻ വേണ്ട, മെയിലിൽ ഇത് ആവർത്തിക്കരുത്. വാ. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. എന്താ മൈഥിലി, കിടക്കുന്നില്ലേ? നീ നിന്റെ ഡ്രൈവറോട് പറയൂ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ. ഈ രാത്രിയിലോ? എന്തു പറ്റി നിനക്ക്? ആകെ കൊതിച്ചു വന്നതാ. എല്ലാം സ്പോയിൽ ചെയ്തു നിന്റെ കസിൻ. ഒട്ടും മര്യാദയില്ല അവരുടെ സംസാരത്തിന്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. മായേച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് ഹർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ്. എനിക്ക് പോണം. നേരെ ഒന്ന് വെളുത്തോട്ടെ, എല്ലാം ശരിയാവും. നീ വന്ന് കിടക്കും മൈഥിലി, പ്ലീസ്. നീ കിടന്നോ, എനിക്ക് കുറച്ചുകൂടെ കഴിയണം. സേതുരാമയ്യർ. അതെ, ഞാൻ സായികുമാർ, CBI ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പണിക്കരുടെ നെഫ്യൂ. ഓ IPS അല്ലേ? യെസ് സർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു. സായിക്ക് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? അല്ല സർ, ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില. ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന്. സാറെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആയി. ആണോ സർ? എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ യെസ്, ഐ റിമെമ്പർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. യെസ് സർ, റിയലി എ ബിഗ് പ്രോബ്ലം. ഓഫീസിലേക്ക് വരൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സർ. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ദേർ ബിഫോർ യു കം. ഷുവർ സർ, ഞാൻ വിളിച്ചിട്ടേ വരൂ. ഓൾ റൈറ്റ്. സായി ബാംഗ്ലൂരിൽ നിന്ന് എത്തി? ഇന്നലെ സർ. ഇരിക്കെ. താങ്ക് യു സർ. എന്തോ ഉണ്ടല്ലോ സായിയുടെ മനസ്സിൽ. ഉണ്ട് സർ. തുടങ്ങാനാണോ പ്രശ്നം? നോ ഫോർമാലിറ്റീസ്, യു ക്യാൻ സ്റ്റാർട്ട്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാർ അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം. ആദ്യം കേൾക്കട്ടെ. അനിത, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഒരു കമ്പനി എക്സിക്യൂട്ടീവാ. അനിതയുടെ വീട്ടുപേര് അണിമംഗലം. ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഉദ്ദേശം 4 വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു. ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല, 3-4 ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മൺ കുട്ടിയാ മരണപ്പെട്ടത്. ഹർ നെയിം വാസ് മൈഥിലി. എങ്ങനെയോ കാലെതെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ ഉണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം. അല്ല, എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം. അതുമല്ല, ഏതോ സൂപ്പർ നാച്ചുറൽ ഉണ്ട്, ഭൂതം, പ്രേതം, പിശാച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്. അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം. സായി ഏത് പക്ഷത്താ? ഒന്നിലും ഞാൻ വിശ്വസിക്കില്ല സർ. ഐ തിങ്ക് ഇറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്തായിരുന്നു അന്വേഷിച്ച പോലീസിന്റെ ഒപ്പീനിയൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി, അതാണ് മരണകാരണം. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല. പുറത്തു പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്നാ പോലീസ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? പറയാം സർ. സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമംഗലത്ത് പോയിരുന്നു.
ക്വാണ്ടിറ്റി ഒന്നും വരില്ല ഡിവൈഎസ്പിയോട് പറയാൻ നിൽക്കണ്ട. സാർ സുധീരൻ സാറേ ചായ. ഈ ഡിവൈഎസ്പി ധനപാലൻ ആളെങ്ങനെയാ? ഇപ്പൊ വരും, അപ്പോ അറിയാം. സുധീരൻ, ലോക്കൽ എസ് ഐ ആണ് സാർ. ഇതാരാ? ഞാൻ സായ്കുമാർ, ഇവിടത്തെ ഒരു ബന്ധുവാണ് സാർ. ഓ, ഇവരൊക്കെ? ഇത് ശങ്കരേട്ടൻ, ഇവിടുത്തെ കാരണവരാ. ഇത് ഡോക്ടർ കൃഷ്ണൻ നായർ, അളിയൻ അനിയത്തിയുടെ ഭർത്താവാ. ഇതോ? ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു. അതിന്റെ സംസ്കാരവും കഴിഞ്ഞു. ബോഡി കിടന്നത് എവിടെയാ? അകത്ത്, സ്റ്റെപ്പിന് താഴെ. ബോഡി കിടന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ട് സാർ ഡീറ്റെയിൽ ആയി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുടെയും മൊഴി എടുത്തു സാർ. ഈ മുറി ഒന്ന് തുറക്കണമല്ലോ. അത് പൂജാമുറിയാ. പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. തുറക്കണം. അതിങ്ങെടുത്തോ സാർ തിരുവാഭരണമാണ് സാർ. കൈസർ, എന്താടോ? പട്ടി. പട്ടി? പട്ടി എന്തിനാടോ ഇങ്ങനെ കുരയ്ക്കുന്നേ? കുരയ്ക്കല്ല സാർ, ഇതിന് ഓളിയിടുക എന്ന് പറയാ. അയ്യോ, പോലീസ് പട്ടി എന്തിനാടോ ഓളിയിടുന്നേ? മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലി? എന്ത് മറ്റേത്? പ്രേതം. പ്രേതോ? ഭഗവാനേ! ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഈ ഡിവൈഎസ്പി ധനപാലൻ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട് സാർ. പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു. പലർക്കും നനച്ചിരിക്കാതെ ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, ദുർമരണങ്ങൾ, വിവാഹ മുടങ്ങൽ, അങ്ങനെ പലതും. സായിയുടെ വിവാഹം നടന്നോ? ഇല്ല സാർ. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്ത ശേഷം മതിയെന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം. അന്ന് ആ പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം, ഇറ്റ് വാസ് ടെറിബിൾ. എന്താ സാർ അതിന്റെ കാരണം? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ?
സർ, ഇനി ആ വീട്ടുകാർ കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര വലിയനാരായണ വരെ കൊണ്ടുവന്നു. ആരായി കാപ്ര? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഓർക്കുമ്പോ ഇപ്പോഴും ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കരുതിയിട്ടില്ലേ? ആ കാക്കിയാണല്ലേ? IPS ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. അല്പം കുറവാ. കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം. എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറിയവർ ഇവിടെ മാറും. മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാം. നീ ചില്ലറയൊന്നുമല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകള് മായ. ദോഷങ്ങളിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിൽ നിന്നാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടത്തെ ദോഷം കൊണ്ടാന്നാ ജ്യോത്സ്യന്മാര് പറയുന്നത്. അത് കഴിഞ്ഞ 2 ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം. പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കടിന്റെ കാരണവും ഇവിടത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് പ്രശ്നമുള്ള മുറി? മുകളില. ഈ പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കടോ.
ഇവിടെ സൂക്ഷിച്ചിരുന്ന പരദൈവങ്ങളുടെ വാളും ചൂരലും മറ്റും ജ്യോത്സ്യന്മാര് പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴേ മുറിക്കകത്തുണ്ടെന്ന ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല, പ്രേതം. പ്രേതം എന്നാ ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ. എവിടെ നമ്മുടെ കാക്കി വന്നില്ലേ? സായി താഴെയുണ്ട്. ആ, അയാളെ ഒന്ന് വിളിക്ക. അവൻ അറിവില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഒന്ന് വിളിക്കടോ അയാളെ. ആ, എത്തിയോ? ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാനാവോ തനിക്ക്? കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനേ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട. പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട്. തിരിച്ചും മറിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം.